അതിനിടെ ഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കൂടിക്കാഴ്ച നടത്തുകയാണ് എന്ന വാർത്ത കൂടിയുണ്ട്. അഭിഷേക് ബാനർജിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. നാളത്തെ ഇന്ത്യ സഖ്യയോഗത്തിൽ പങ്കെടുക്കാനാണ് മമത ഡൽഹിയിലെത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, നാളെ നിർണായക യോഗം നടക്കാനിരിക്കുന്നു. TMCയിലാകട്ടെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെയുണ്ട്. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണോ? അനുജ, ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയിലാണ് ഈ ഒരു കൂടിക്കാഴ്ചയെ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും വിലയിരുത്തുന്നത്. ആ ഒരു വിവരം തന്നെയാണ് ഇരു പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഡൽഹിയിലേക്ക് എത്തുന്നത് നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. മാത്രമല്ല, അല്പം മുൻപാണ് അഭിഷേക് ബാനർജിയുടെ വീട്ടിലുള്ള മമതാ ബാനർജിയെ കാണാൻ അവിടേക്ക് അരവിന്ദ് കെജ്രിവാൾ കൂടി എത്തുന്നത്. ഇതൊരു സൗഹൃദ സന്ദർശനമാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും ഈ ബംഗാളിലെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിട്ടതിനു ശേഷം ഒരു വിശാല സഖ്യം രൂപീകരിക്കാൻ വേണ്ടി മമതാ ബാനർജി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങൾക്കിടയിലാണ് TMCക്ക് അകത്ത് തന്നെ വലിയ തോതിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ആ പാർട്ടി തന്നെ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ ഈ വിമത സംഘം ഇവിടെ ഡൽഹിയിലും ലോക്സഭാ സ്പീക്കറെ സമീപിച്ച് ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ഒരു വിമത നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൻ്റെ കൂടി ഇടയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. നാളത്തെ യോഗത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുക്കുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഒരു സംശയമാണ്. കാരണം അതിലൊരു സ്ഥിരീകരണം അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അപ്പോഴും ഈ BJPക്കെതിരെയുള്ള പോരാട്ടം, ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ നേരിടുന്ന സമയത്ത് പാർട്ടികൾക്കകത്തും ഇത്തരത്തിലുള്ള പല ഇടപെടൽ കാരണം പുകയുന്ന പ്രശ്നങ്ങൾ, അതിനെതിരെ എല്ലാം തന്നെ ഒന്നിച്ചു പോരാടാൻ മറ്റു പാർട്ടികൾ കൂടി സഹായം തേടുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴെന്തായാലും മമതാ ബാനർജിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പിന്നാലെ തന്നെ ഈ ശ്രമങ്ങളെല്ലാം തന്നെ മമതാ ബാനർജി വലിയ രീതിയിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഇന്ത്യ സഖ്യത്തോട് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം കാണിക്കാതിരുന്ന മമത ബംഗാളിൽ ഒരു സഖ്യം വേണ്ടത്, ഒരു വിശാല സഖ്യം വേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നെന്ന് നമ്മൾ കണ്ടതാണ്. അനുജ, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്, ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നാണ് വിശദീകരണം. ഏതായാലും നാളെ ഇന്ത്യ സഖ്യ യോഗം ചേരാനിരിക്കുന്ന അവസരത്തിൽ കൂടിയാണ് മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.